സിനിമ റിലീസാവുന്നുണ്ടോ എന്ന്. അല്ല, ഇവിടെ വന്ന് ഈ ഉത്സവത്തിനിടയിൽ ഇതിന്റെ ഒരു ഭാഗമായി ഈ സിനിമ കൊടുക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റീഫൻ നെടുമ്പള്ളി ആരാണെന്നൊരു ക്ലൂ നമുക്ക് ആദ്യമായിട്ട് കേൾക്കുന്നത് ഗോവർദ്ധനയിലൂടെയാണ്. ഈ ഒരു മൊമെന്റിൽ അതുപോലെ എന്തെങ്കിലും ഒരു ക്ലൂ, എന്തെങ്കിലും ഒരു ഹിന്റ് ഗോവർദ്ധനായിട്ട് സംസാരിക്കാൻ ഇസ് ഇറ്റ് പോസിബിൾ? ഇനിയിപ്പോ കുറച്ച് മണിക്കൂറുള്ള വെയിറ്റ് ചെയ്താൽ എല്ലാ ക്ലൂകളും നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഏതായാലും ഈ ഒരു കഥ തുടങ്ങി വെച്ച ഒരു കഥാപാത്രം എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ ചേട്ടൻ സൂചിപ്പിച്ച പോലെ ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരും ഒന്നടങ്കം കാത്തിരിക്കുന്ന ആദ്യത്തെ മലയാള സിനിമയാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇന്ന് ഞാൻ ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുന്ന സമയത്ത് എയർപോർട്ടിൽ വെച്ച് 2-3 സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നു, അവരെ പരിചയപ്പെട്ടു. അപ്പോൾ അവർ ജർമ്മനിയിൽ നിന്ന് വരികയാണ്. ജർമ്മനിയിൽ നിന്ന് ഡൽഹിയിലെത്തി, ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ വീക്കെൻഡിനായിട്ട് വന്നതാണ് ചേട്ടാ, ഞങ്ങൾ പടം കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ജർമ്മനിയിലൊക്കെ സിനിമ റിലീസാവുന്നുണ്ടോ എന്ന്. അല്ല, ഇവിടെ വന്ന് ഈ ഉത്സവത്തിനിടയിൽ ഇതിൻ്റെ ഒരു ഭാഗമായി ഈ സിനിമയാണ്, അതിനുവേണ്ടി വന്നതാണ് തിങ്കളാഴ്ച തിരിച്ചു പോകുന്നത്. അപ്പോൾ അതൊരു ശരിക്കും ഭയങ്കര ഒരു വണ്ടറാണ്. ശരിക്കും ഞങ്ങളൊക്കെ വിചാരിച്ചതിന് ഒരുപാട് അപ്പുറം ഈ ഒരു സിനിമ ഇപ്പം തന്നെ വളർന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ നിങ്ങളുടെ മുന്നിലേക്ക് സിനിമ എത്തുകയാണ്. ഒരു ഗംഭീര വിഷ്വൽ സ്പെക്ടക്കിൾ ഒരുക്കാൻ പൃഥ്വി ശ്രമിച്ചിട്ടുണ്ട്. ലാലേട്ടൻ്റെ ഗംഭീര പ്രകടനം ഈ സിനിമയിലൂടെ കാണാൻ സാധിക്കും. ഞങ്ങൾ എല്ലാവരും ലൂസിഫർ കഴിഞ്ഞ് പേപ്പറാൻ വരികയാണ്. യു ഓൾ വെയിറ്റിംഗ് വിത്ത് ബേറ്റഡ് ബ്രെത്ത്. ഇനി കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ സിനിമ തിയേറ്ററിലെത്തും. എല്ലാവരും കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. സിനിമ കാണാൻ നാട്ടിലേക്ക് എന്ന് പറയുന്നത് പോലെ ഓൺലൈനിൽ നമ്മൾ കണ്ടിരുന്നു. കൊച്ചിയിലൊരു ഓഫീസിൽ എല്ലാവർക്കും ലീവ് കൊടുത്തിരിക്കുകയാണ്.